എങ്ങനെയാണ് ചേട്ടൻ ഈ ലാലേട്ടൻ്റെ കൂടെ ഈ ഒരു തുടരും എന്നുള്ള സിനിമയിൽ ചേട്ടനെ കാസ്റ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കിലുള്ള കഥകൾ എന്താണ്? അത് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ തന്നെ തരുമൂർത്തി സാറിൻ്റെ തന്നെ സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച പടം ഉണ്ടല്ലോ. ആ ചിത്രത്തിനകത്ത് എനിക്കൊരു ചെറിയ വേഷം തന്നിരുന്നു സാറ്. അപ്പോൾ ആ വേഷം തരാൻ നേരത്താണ് സാർ എന്നോട് പറഞ്ഞത്, വീട്ടിലെ അച്ഛനും അമ്മയും സാറിൻ്റെ കുടുംബമൊക്കെ എന്നെക്കുറിച്ച് പറയാറുണ്ട്, എൻ്റെ സ്കിറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ ഷൈജൻ ഇങ്ങനെ ഒരു വേഷം ഷൈജയ്ക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തു തന്നെ. അതായത് സൗദി വെള്ളയ്ക്കയിലെ വേഷം എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ നമുക്ക് കട്ടായി പോകുന്ന വേഷമാണ്, ചെയ്യൂ നന്നായിരുന്നാൽ നമുക്കത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേഷം ചെയ്തു. എന്നിട്ട് സാറിനോട് എൻ്റെ റിവ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞു, അത് കട്ടായി പോയിട്ടില്ല കേട്ടോ ഷൈജോ, അതുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറേ ഞാൻ ചെയ്ത് നന്നായോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു നന്നായോണ്ടാണല്ലോ അത് കട്ടാവാത്തതെന്ന് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇത്രയും വലിയ ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സർപ്രൈസ് ആയിരുന്നു. സാറിനോട് താടിയൊക്കെ വളർത്തി കേട്ടോ ഒരു പരിപാടി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ താടിയൊക്കെ വളർത്തിൻ്റെ പടത്തിൻ്റെ പോസ്റ്റർ കണ്ടല്ലോ, താടി മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താടിയൊക്കെ വന്ന് പിന്നെ ഞാൻ അവസാനമാണ് അറിയുന്നത് സാറിൻ്റെ പടത്തിൽ ഇങ്ങനെ ഒരു വേഷമാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പടത്തിലെത്തിയത്.